നമസ്കാരം. ഐഷയെ കൊന്നതും ചേർത്തലയിലെ CM സെബാസ്റ്റ്യൻ തന്നെ. പള്ളിപ്പുറത്തെ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ സൈക്കോ കില്ലറാണെന്ന സംശയമാണ് ശക്തമാകുന്നത്. ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മ, ചേർത്തല കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ എന്നിവരെ കൊലപ്പെടുത്തിയെന്ന കേസുകളിൽ പ്രതിയായ പള്ളിപ്പുറം ചോങ്ങംതറ CM സെബാസ്റ്റ്യനെതിരെ കൂടുതൽ കേസുകൾ വന്നേക്കാം. വാരനാട് സ്വദേശിയായ റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷയെ 13 വർഷം മുൻപ് കാണാതായ കേസിലും സെബാസ്റ്റ്യനാണ് പ്രതിസ്ഥാനത്ത്. ഈ കേസിലും അറസ്റ്റുണ്ടായേക്കും. ഐഷയുടെ തിരോധാനം അന്വേഷിക്കുന്ന ചേർത്തല പോലീസ് കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കാൻ ആവശ്യമായ തെളിവുകൾ ഉൾപ്പെടുത്തി ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഇതിനുശേഷം കോടതിയുടെ അനുമതിയോടെ ജയിലിലെത്തി സെബാസ്റ്റ്യനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. പഞ്ചായത്ത് വകുപ്പിൽ ജീവനക്കാരിയായിരുന്ന ഐഷയെ 2013 മെയ്യിലാണ് കാണാതായതിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഐഷ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഐഷ തിരോധാന കേസിൽ കൊലപാതകത്തിനുള്ള വകുപ്പുകൾ കൂടി ചേർക്കും. ഈ കൊലക്കേസിലും സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയെന്ന് സൂചനയുണ്ട്. കൊല്ലപ്പെട്ട കടകരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭന്റെ പേരിൽ നടത്തിയ ഭൂമി ഇടപാടുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. ബിന്ദു ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ വസ്തു വിൽപ്പനകൾക്കൊപ്പം മരണശേഷം ബിന്ദുവിന്റെ പേരിൽ പ്രതി CM സെബാസ്റ്റ്യൻ നടത്തിയ ഭൂമി ഇടപാടുകളും പരിശോധിക്കും. ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ഭൂമി വിൽപ്പനയുടെ അഡ്വാൻസ് തുകയായ 1.5 ലക്ഷം രൂപ തട്ടിയെടുക്കാനാണ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്ന് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തിയിരുന്നു. സെബാസ്റ്റ്യനെ ചേർത്തലക്കാർ അമ്മാവൻ എന്നാണ് വിളിക്കുന്നത്. സ്ഥലം വിൽപ്പനയിലെ ഇടനിലക്കാരനായതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. ബിന്ദുവിന്റെ അമ്മയുടെ പേരിൽ കടകരപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം 2003-ൽ വ്യാജരേഖകൾ ചമച്ചാണ് കൈമാറ്റം ചെയ്തതെന്ന് കണ്ടെത്തിയിരുന്നു. ഈ ഇടപാട് പിന്നീട് കോടതി റദ്ദാക്കി. ബിന്ദുവിന്റെ മരണശേഷമാണ് ഇവരുടെ എറണാകുളം ഇടപ്പള്ളിയിലെ ഭൂമി വിൽപ്പന നടത്താനുള്ള അവകാശം സെബാസ്റ്റ്യന് നൽകിക്കൊണ്ടുള്ള മുക്തിയാർ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് വ്യാജമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. സെബാസ്റ്റ്യന്റെ സാമ്പത്തിക സ്രോതസ്സും ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മുൻപ് പോലീസ് കസ്റ്റഡിയിലായപ്പോഴും സെബാസ്റ്റ്യന് പുറത്തുനിന്ന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സമാഹരിച്ച സമ്പത്ത് വിശ്വസ്തരായ പലരും വഴിയാണ് സെബാസ്റ്റ്യൻ ചെലവിടുന്നതെന്നും പറയുന്നു. കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം 2013-ൽ വ്യാജ ആധാരം തയ്യാറാക്കി 1.36 കോടി രൂപയ്ക്കാണ് ഇയാൾ വിറ്റത്. ചേർത്തലയിൽ ബിന്ദുവിന്റെ പേരിൽ ഉണ്ടായിരുന്ന കോടികൾ വില വരുന്ന സ്വത്തുക്കൾ 2003-ൽ വിറ്റതിലും ഇയാൾ ഇടനിലക്കാരനായിരുന്നുവെന്നാണ് പോലീസ് വിലയിരുത്തൽ. ഈ തുകകൾ വിശ്വസ്തരുടെ കൈകളിൽ എത്തിച്ചാണ് സെബാസ്റ്റ്യൻ ചെലവാക്കിയിരുന്നതെന്നും പറയുന്നു. വലിയ തോതിലുള്ള ബിനാമി ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സെബാസ്റ്റ്യന് ബന്ധമുള്ള ചില ഉന്നതരടക്കം പോലീസ് നിരീക്ഷണത്തിലാണ്. റിട്ടയർഡ് പഞ്ചായത്ത് ജീവനക്കാരി ഐഷയെ 2013 മെയ്യിൽ കാണാതായതിന് പിന്നിലും സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അയൽവാസിയായ സ്ത്രീയാണ് സ്ഥലം വിൽപ്പനയുടെ പേരിൽ സെബാസ്റ്റ്യനെ ഐഷയുമായി ബന്ധപ്പെടുത്തിയത്. സ്ഥലം വാങ്ങാൻ വെച്ചിരുന്ന പണമടക്കമാണ് ഐഷയെ കാണാതായത്. സെബാസ്റ്റ്യന്റെ വിശ്വസ്തനും ആത്മസുഹൃത്തുമായ അയൽവാസി സ്ത്രീയുടെ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും സംശയകരമാണെന്ന പരാതി ഉയർന്നിട്ടുണ്ട്.